വില്ലടിക്കാൻ പഠിച്ചു. ആശാനും ശിഷ്യനും വില്ലടിച്ച് കഥ പറയുകയും പാടുകയും ചെയ്യുന്ന ഒരു രീതിയാണിത്. വില്ലടിച്ചൊരു കഥ പറയാം, ഒത്തുചേർന്നൊരു കഥ പറയാം. വില്ലടിച്ചൊരു കഥ പറയാം, ഒത്തുചേർന്നൊരു കഥ പറയാം. കരമടിച്ചൊരു കഥ പറയാം, വിശ്വാസത്തിൻ കഥ പറയാം. കരമടിച്ചൊരു കഥ പറയാം, വിശ്വാസത്തിൻ കഥ പറയാം. വിശ്വാസത്തിന്റെ കഥയോ? അതെന്തു കഥയാ? അതെയോ, അത് നമുക്ക് തിരുവചനത്തിൽ നിന്ന് തന്നെ നോക്കാം. നിങ്ങൾ എന്ത് പറയുന്നു? എന്നാ ശരി, തിരുവചനത്തിൽ നിന്ന് തന്നെ നോക്കാം. 1 രാജാക്കന്മാരുടെ പുസ്തകം 16-ാം അധ്യായം മുതൽ നമുക്ക് നോക്കാം. എന്നാ ശരി, ഞാനൊന്ന് ബൈബിൾ എടുത്തോട്ടെ. നിങ്ങളുടെ കയ്യിൽ ബൈബിൾ ഉണ്ടോ? എങ്കിൽ എടുത്തോട്ടോ. എങ്കിൽ ശരി, നമുക്ക് തുടങ്ങാം. വില്ലടിച്ചൊരു കഥ പറയാം, ഒത്തുചേർന്നൊരു കഥ പറയാം. വില്ലടിച്ചൊരു കഥ പറയാം, ഒത്തുചേർന്നൊരു കഥ പറയാം. കരമടിച്ചൊരു കഥ പറയാം, വിശ്വാസത്തിൻ കഥ പറയാം. കരമടിച്ചൊരു കഥ പറയാം, വിശ്വാസത്തിൻ കഥ പറയാം. ആഹാബ് ഇസ്രായേൽ ജനത്തിന്റെ രാജാവായി ഭരിച്ചിരുന്നപ്പോൾ തന്റെ മുൻഗാമികളെക്കാൾ അധികം കർത്താവിന്റെ സന്നിധിയിൽ നിന്ന് പ്രവർത്തിച്ചു. അത് പോരാഞ്ഞിട്ട് അവൻ ജെസബലിനെ വിവാഹം ചെയ്യുകയും ബാൽദേവനെ ആരാധിക്കുകയും ചെയ്തു. അവൻ ഒരു ക്ഷേത്രം നിർമ്മിച്ച് ബലിപീഠവും സ്ഥാപിച്ചു. അവൻ അവിടെ ഒരു അക്ഷരാപ്രതിഷ്ഠയും ഉണ്ടാക്കി. അങ്ങനെ ആഹാബ് തന്റെ മുൻഗാമികളെക്കാൾ അധികം കർത്താവിന്റെ സന്നിധിയിൽ തിന്മ പ്രവർത്തിക്കുകയും ചെയ്തു. അതെ, ഞാനൊരു സംശയം ചോദിച്ചോട്ടെ. ബാൽദേവൻ എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? ബാൽദേവൻ എന്ന് പറഞ്ഞാൽ മഴയും മഞ്ഞും തരുന്ന ദേവൻ എന്നാണ് ബാലനെ ആരാധിക്കുന്ന ജനങ്ങൾ വിശ്വസിച്ചിരുന്നത്. അതായിരുന്നല്ലേ അവരുടെ വിശ്വാസം? അതായിരുന്നു അവരുടെ വിശ്വാസം. ആഹാബിന്റെ കാലത്തല്ലേ ജെറിക്കോ കോട്ട പുതുക്കി പണിയിച്ചത്? അതെ അതെ. എങ്കിൽ ബാക്കി ഞാൻ തന്നെ പറയാം. നൂനിന്റെ മകൻ ജോഷുവ വഴി കർത്താവ് അരുളി ചെയ്തതുപോലെ ജെറിക്കോ കോട്ടയുടെ അടിസ്ഥാനം ഇടുമ്പോൾ ആരാണോ കോട്ട പണിയുന്നത് അവന്റെ മൂത്ത മകനും കവാടം നിർമ്മിക്കുമ്പോൾ അവന്റെ ഇളയ മകനും മരിക്കും. ആഹാബ് കർത്താവിന്റെ കൽപ്പന ലംഘിച്ചപ്പോൾ അതുപോലെ സംഭവിക്കുകയും ചെയ്തു. ആഹാബിന്റെ ദുഷ്ടത കാരണം ദൈവമായ കർത്താവ് വിലപിച്ചു. ആഹാബിന്റെ ദുഷ്ടത കാരണം ദൈവമായ കർത്താവ് വിലപിച്ചു. കർത്താവ് ഏലിയായെ വിളിച്ചു. അതെ, ആമുഖമൊന്നുമില്ലാതെ നമ്മുടെ കഥാനായകൻ ഇതാ കഥയിലേക്ക് വരുന്നു. ശക്തനായ പ്രവാചകൻ, ദൈവത്തിന്റെ ദാസൻ, ദൈവം തനിക്ക് വേണ്ടി കരുതി വെച്ച ദൈവത്തിന്റെ വിശ്വസ്ത ദാസൻ. വില്ലടിച്ചൊരു കഥ പറയാം, ഒത്തുചേർന്നൊരു കഥ പറയാം. വില്ലടിച്ചൊരു കഥ പറയാം, ഒത്തുചേർന്നൊരു കഥ പറയാം. കരമടിച്ചൊരു കഥ പറയാം, വിശ്വാസത്തിൻ കഥ പറയാം. കരമടിച്ചൊരു കഥ പറയാം, വിശ്വാസത്തിൻ കഥ പറയാം. ഗിലെയാദിലെ തീഷ്മയിൽ നിന്നുള്ള ഏലിയാ പ്രവാചകൻ ഇസ്രായേലിലെ രാജാവായ ആഹാബിനോട് രാജകൊട്ടാരത്തിൽ വന്ന് പറഞ്ഞു, ഞാൻ സേവിക്കുന്ന ഇസ്രായേലിന്റെ ദൈവമായ കർത്താവാണ്. വരും കാലങ്ങളിൽ ഞാൻ പറഞ്ഞല്ലാതെ മഴയോ മഞ്ഞോ പെയ്യുകയില്ല. എന്റെ പൊന്നേ, ഒരു രാജാവിന്റെ അടുത്താണോ വെറുമൊരു ദാസൻ ഞാൻ പറഞ്ഞല്ലാതെ മഞ്ഞോ മഴയോ പെയ്യുകയില്ല എന്ന് പറഞ്ഞത്? അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ കാലത്ത് എന്നെ പോലൊരാൾ നമ്മുടെ പ്രൈം മിനിസ്റ്ററിനോട് വെല്ലു വിളിക്കുന്നതിന് തുല്യം. എന്തു ധൈര്യത്തിലാണ് ഏലിയ പ്രവാചകൻ രാജാവിനോട് ഇങ്ങനെ പറഞ്ഞത്? ആഹാബ് ക്രൂരനായ ഒരു രാജാവല്ലേ? എന്നിട്ട് എന്തായി ഏലിയയുടെ കാര്യം? ഏലിയ നമ്മെ പോലെ ഒരു അവിശ്വാസിയല്ല. ദൈവത്തിൽ ആഴമായ വിശ്വാസവും സ്നേഹവും അതിനപ്പുറം ദൈവത്തിനെല്ലാം സാധ്യമാണെന്നും താൻ വിശ്വസിക്കുന്ന കർത്താവ് തന്നെ ഒരിക്കലും കൈവിടില്ല എന്ന ഉറച്ച ബോധ്യവും അവനുണ്ടായിരുന്നു. അതു കാരണമാണ് അവൻ ഇസ്രായേലിന്റെ രാജാവായ ആഹാബിനോട് ഇങ്ങനെ പറയാൻ കാരണം. ഇങ്ങനെ പറഞ്ഞ ശേഷം നമ്മുടെ കഥാനായകൻ രാജകൊട്ടാരത്തിൽ നിന്ന് പോവുകയും ചെയ്തു. കർത്താവിന്റെ ദാസനെ ചൊല്ലുവാൻ ആഹാബ് രാജാവ് നിശ്ചയിച്ചു. കർത്താവിന്റെ ദാസനെ കൊല്ലുവാൻ
താമസിക്കുക. നിനക്ക് അരുവിയിൽ നിന്ന് വെള്ളം കുടിക്കാം. ഭക്ഷണം തരുന്നതിന് കാക്കകളോട് ഞാൻ കൽപ്പിച്ചിട്ടുമുണ്ട്. കാക്കകളോട്? അതെങ്ങനെ? മഞ്ഞും മഴയും ഇല്ലാതായി നാട്ടിൽ ക്ഷാമം പെരുകുന്നു. ദൈവപ്രവാചകൻ ചെരുത്ത് തോട്ടിൽ വിശന്ന് കഴിയുന്നു. ദൈവപ്രവാചകൻ ചെരുത്ത് തോട്ടിൽ വിശന്ന് കഴിയുന്നു. ഒരു നാൾ രാവിലെ കാർമൽമലയിൽ ദൈവത്തിൻ സ്വരമുയരുന്നു. ഒരു നാൾ രാവിലെ കാർമൽമലയിൽ ദൈവത്തിൻ സ്വരമുയരുന്നു. പറവകൾ നിങ്ങളിൽ ആരാണെന്റെ പ്രവാചകനൊപ്പം നൽകിടുക. പറവകൾ നിങ്ങളിൽ ആരാണെന്റെ പ്രവാചകനൊപ്പം നൽകിടുക. പഞ്ചപരാഗം പാടും ഞങ്ങൾ കുയിലുകളൊപ്പം നൽകിടാം. കഴുകന്മാരാം ഞങ്ങൾ നൽകാം അപ്പം ദൈവപ്രവാചകനായി. കഞ്ഞിയുമില്ലേലും ഈ കാക്കകൾ ഞങ്ങൾ സഹായിക്കാം. കാക്ക പറഞ്ഞത് കേട്ടവരുടനെ കോപത്തോടെ എതിർക്കുന്നു. കഴിവില്ലാത്തൊരു കാക്കയെ പോവുക ദൈവപിതാവിന് അയോഗ്യൻ നീ. കഴിവില്ലാത്തൊരു കാക്കയെ പോവുക ദൈവപിതാവിന് അയോഗ്യൻ നീ. കാക്കകൾ കാലത്തും വൈകിട്ടും അവൻ അപ്പവും മാംസവും കൊണ്ടു കൊടുത്തു. അരുവിയിൽ നിന്ന് അവൻ വെള്ളം കുടിച്ചു. മഴ പെയ്യാതെ കുറെ നാളുകൾ കഴിഞ്ഞപ്പോൾ അരുവി വറ്റി. കർത്താവ് ഏലിയായോട് അരുളി ചെയ്തു, നീ സിദോനിലെ സറാഫത്തിൽ പോയി വസിക്കുക. അവിടെ നിനക്ക് ഭക്ഷണം തരുന്നതിന് ഞാനൊരു വിധവയോട് കൽപ്പിച്ചിട്ടുണ്ട്. അയ്യോ, എന്റെ ദൈവം എത്രമാത്രം സ്നേഹനിധിയാണ്, എത്രമാത്രം കരുതലാണ് ഏലിയായോട് കാണിച്ചത്. അതെ, നാം ഓരോരുത്തരെയും ദൈവം ഓരോ നിമിഷവും കരുതുന്നുണ്ട്, താങ്ങി നടത്തുന്നുണ്ട്, കോരി എടുക്കുന്നുമുണ്ട് കൈവെള്ളയില്. പക്ഷെ പലപ്പോഴും നാം അത് അറിയുന്നില്ല എന്ന് മാത്രം. ഈ സമയമെല്ലാം ആഹാബ് രാജാവ് ഏലിയ പ്രവാചകനെ കണ്ടെത്താൻ അന്വേഷിക്കുകയായിരുന്നു. പക്ഷേ കണ്ടെത്താൻ കഴിഞ്ഞില്ല. അങ്ങനെ ഏറെ നാളുകൾ കഴിഞ്ഞ് 3-ാം വർഷം കർത്താവ് ഏലിയായോട് കൽപ്പിച്ചു, നീ ആഹാബിന്റെ മുന്നിൽ ചെല്ലുക, ഞാൻ ഭൂമിയിൽ മഴ പെയ്യിക്കും. ഇനിയാണ് നാം കഥയുടെ ആഴങ്ങളിലേക്ക് പോകാൻ പോകുന്നത്. എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണേ. എന്നിട്ട് എന്തായി? രാജാവിനെ കാണാൻ ഏലിയ പുറപ്പെട്ടു. ആ സമയത്ത് രാജ്യമകം കഠിന ക്ഷാമമായിരുന്നു. ആഹാബ് തന്റെ കാര്യസ്ഥനായ ഒബാദിയെ വിളിച്ചു വരുത്തി. ഒബാദിയ വലിയ ദൈവഭക്തനായിരുന്നു. ആഹാബിന്റെ ഭാര്യയായ ജെസബൽ കർത്താവിന്റെ പ്രവാചകന്മാരെ വധിച്ചപ്പോൾ കാര്യസ്ഥനായ ഒബാദിയ 100 പ്രവാചകന്മാരെ രഹസ്യത്തിൽ രക്ഷപ്പെടുത്തി. അവർക്ക് ആവശ്യമായ ഭക്ഷണ പാനീയങ്ങൾ കൊടുത്ത് അവരെ സഹായിച്ചു. വില്ലടിച്ചൊരു കഥ പറയാം, ഒത്തുചേർന്നൊരു കഥ പറയാം. വില്ലടിച്ചൊരു കഥ പറയാം, ഒത്തുചേർന്നൊരു കഥ പറയാം. കരമടിച്ചൊരു കഥ പറയാം, വിശ്വാസത്തിൻ കഥ പറയാം. കരമടിച്ചൊരു കഥ പറയാം, വിശ്വാസത്തിൻ കഥ പറയാം. ആഹാബ് രാജാവ് ഏലിയ പ്രവാചകനെ അന്വേഷിച്ച് തന്റെ കാര്യസ്ഥനായ ഒബാദിയുമായി പുറപ്പെട്ടു. ആഹാബ് ഒരു വഴിയിലും ഒബാദി മറ്റൊരു വഴിയിലുമായി പുറപ്പെട്ടു. ഏലിയ ഒബാദിയെ വഴിക്ക് വെച്ച് കണ്ടുമുട്ടി. ഒബാദിയ അവനെ തിരിച്ചറിഞ്ഞു. പ്രിയ സഹോദരങ്ങളെ, ഇത് കഥയല്ല, ഇത് നമ്മുടെ ഭാവനയോ സങ്കല്പമോ അല്ല. ദൈവത്തെ സ്നേഹിച്ച ഒരു പച്ചയായ മനുഷ്യന്റെ വിശ്വസ്ത തീക്ഷ്ണതയാണ് നാം ഇവിടെ കാണാൻ പോകുന്നത്. ഒബാദിയ താണു വണങ്ങിക്കൊണ്ട് അവൻ ചോദിച്ചു, പ്രഭു, അങ്ങ് ഏലിയായല്ലേ? ഞാൻ തന്നെയാണ് ഏലിയ. നിന്നിട്ട് യജമാനനോട് പറയുക, ഏലിയ ഇവിടെ ഉണ്ടെന്ന്. ഈ ദാസനെ ആഹാബിന്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കാൻ ഞാൻ എന്ത് പാപമാണ് ചെയ്തത്? അങ്ങയുടെ ദൈവമായ കർത്താവാണേ, അങ്ങേ അന്വേഷിക്കാൻ എന്റെ യജമാനൻ ആളയക്കാത്ത രാജ്യമോ ജനതയോ ഇല്ല. ഞാൻ ആഹാബിനോട് പറയാൻ പോകുന്ന അടുത്ത നിമിഷം കർത്താവിന്റെ ആത്മാവ് അങ്ങയെ വേറെ സ്ഥലങ്ങളിൽ കൊണ്ടുപോകും. അങ്ങയെ കാണാത്ത നിമിഷം എന്നെ തീർച്ചയായും മതിക്കും. ഞാൻ സേവിക്കുന്ന കർത്താവാണ്. ഇന്ന് ഞാൻ അവന്റെ മുൻപിൽ ചെല്ലും, തീർച്ചയായും ചെല്ലും. ഏലിയയെ കണ്ടപ്പോൾ ആഹാബ് ചോദിച്ചു, ഇസ്രായേലിനെ കഷ്ടപ്പെടുത്തുന്നത് നീ തന്നെയോ? ഇത് ഇസ്രായേലിനെ കഷ്ടപ്പെടുത്തുന്നത് ഞാനല്ല. കർത്താവിന്റെ കൽപ്പനകൾ നിരസിച്ച് ബാൽദേവന്മാരെ സേവിക്കുന്നത് നീയും നിന്റെ പിതാവിന്റെ ഭവനവുമാണ്. നീ ഇസ്രായേൽ ജനത്തെ മുഴുവൻ കാർമൽ മലയിൽ വിളിച്ചു കൂട്ടുക. നിന്റെ ഭാര്യ ജസബൽ പോറ്റുന്ന ബാലിന്റെ 450 പ്രവാചകന്മാരെയും അശേരയുടെ 400 പ്രവാചകന്മാരെയും എന്റെ അടുക്കൽ കൂട്ടിക്കൊണ്ടുവരിക. വില്ലടിച്ചൊരു കഥ പറയാം,
ജനത്തെ സമീപിച്ച് ചോദിച്ചു, നിങ്ങൾ എത്ര നാൾ രണ്ട് വഞ്ചിയിൽ കാൽ വയ്ക്കും? കർത്താവാണ് ദൈവമെങ്കിൽ അവിടത്തെ അനുഗമിക്കുവിൻ, ബാലാണ് ദൈവമെങ്കിൽ അവന്റെ പിന്നാലെ പോകുവിൻ. കർത്താവിന്റെ പ്രവാചകന്മാര് ഞാനേ ശേഷിക്കുന്നുള്ളൂ, ഞാൻ മാത്രം. ബാലനാകട്ടെ 450 പ്രവാചകന്മാര്. ഞങ്ങൾക്ക് 2 കാളകൾ തരിക, ഒന്നിനെ നിങ്ങൾ ഒരുക്കി വെക്കുക, മറ്റേതിനെ ഞാനും ഒരുക്കി വെക്കാം. നിങ്ങൾ നിങ്ങളുടെ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുക, ഞാൻ എന്റെ സർവശക്തനായ ദൈവത്തെ വിളിച്ചപേക്ഷിക്കാം. അഗ്നി അയച്ച് പ്രാർത്ഥന കേൾക്കുന്ന ദൈവമായിരിക്കും യഥാർത്ഥ ദൈവം. വളരെ നല്ല അഭിപ്രായം ജനം ഒന്നാകെ പ്രതിവദിച്ചു. ഏലിയ പറഞ്ഞു, ആദ്യം നിങ്ങൾ കാളക്കുട്ടിയെ ഒരുക്കി വെക്കുക, തീ കൊടുത്തരുത്. അവർ കാളയെ ഒരുക്കി പ്രഭാതം മുതൽ മധ്യാഹ്നം വരെ ബാൽദേവ ഞങ്ങളുടെ അപേക്ഷ കേൾക്കണമേ എന്ന് വിളിച്ചപേക്ഷിച്ചു. പ്രതികരണം ഉണ്ടായില്ല, ആരും ഉത്തരം നൽകിയുമില്ല. ബലിപീഠത്തിന് ചുറ്റും അവർ ഉറഞ്ഞു തുള്ളിക്കൊണ്ടിരുന്നു. ഉച്ചയായപ്പോൾ ഏലിയ അവരെ പരിഹസിച്ചുകൊണ്ട് പറഞ്ഞു, ഉച്ചത്തിൽ വിളിക്കുവിൻ, ബാലൊരു ദേവനാണല്ലോ, അവൻ ദിവാസ്വപ്നം കാണുകയായിരിക്കാം, ഒരുപക്ഷെ ദിനചര്യ അനുഷ്ഠിക്കുകയുമാവാം, യാത്ര പോയതാവാം, അല്ലെങ്കിൽ ഉറങ്ങുകയാവാം. വിളിച്ചുണർത്തേണ്ടിയിരിക്കുന്നു നിങ്ങളുടെ ബാലിനെ. അപ്പോൾ അവർ ശബ്ദമുയർത്തി വിളിച്ചു. ആചാരമനുസരിച്ച് വാളും കുന്തവും കൊണ്ട് തങ്ങളെ തന്നെ മുറിവേൽപ്പിച്ചു. രക്തമൊഴുകി. മധ്യാഹ്നം കഴിഞ്ഞിട്ടും അവർ ഉന്മത്തരായി വിളിച്ചുകൊണ്ടിരുന്നു. ബലിക്ക് സമയമായി, എന്നിട്ടും ഒരു ശബ്ദവും ഉണ്ടായില്ല. ആരും ഉത്തരം നൽകിയുമില്ല. ആരും അവരുടെ പ്രാർത്ഥന ശ്രവിച്ചുമില്ല. അപ്പോൾ ഏലിയ ജനത്തോട് പറഞ്ഞു, അടുത്ത വരുവിൻ. എല്ലാവരും ചെന്ന് കർത്താവിന്റെ തകർന്നു കിടക്കുന്ന ബലിപീഠം കേടുപോകുന്നു. യാക്കോബിന്റെ പുത്രന്മാരുടെ ഗോത്രസംഖ്യ അനുസരിച്ച് അവൻ 12 കല്ലെടുത്തു. ആ കല്ലുകൾ കൊണ്ട് അവൻ കർത്താവിന് ഒരു ബലിപീഠം നിർമ്മിച്ചു. അതിനു ചുറ്റും 2 അളവ് വിത്ത് കൊള്ളുന്ന ഒരു ചാലുണ്ടാക്കി അവൻ വിറകടുക്കി കാളയെ കഷ്ണങ്ങളാക്കി അതിന്മേൽ വെച്ചു. ഏലിയ പറഞ്ഞു, 4 കുടം വെള്ളം ദഹനബലി വസ്തുവിനും വിറകിലും ഒഴിക്കും. അവൻ തുടർന്നു, വീണ്ടും അങ്ങനെ ചെയ്യുവിൻ. വീണ്ടും അവൻ പറഞ്ഞു, 3-ാം പ്രാവശ്യവും അങ്ങനെ തന്നെ ചെയ്യുവിൻ. ബലിപീഠത്തിനു ചുറ്റും വെള്ളം ഒഴുകി, ചാലിൽ വെള്ളം നിറഞ്ഞു. അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും ഇസ്രായേലിന്റെ ദൈവമായ കർത്താവേ, അങ്ങ് ഇസ്രായേലിന്റെ ദൈവമാണെന്നും ഞാൻ അങ്ങയുടെ ദാസനാണെന്നും അങ്ങയുടെ കൽപ്പന അനുസരിച്ചാണ് ഞാനിത് ചെയ്തതെന്നും അങ്ങ് വെളിപ്പെടുത്തണമേ. കർത്താവേ, എന്റെ പ്രാർത്ഥന കേൾക്കണമേ. അങ്ങ് മാത്രമാണ് ദൈവമെന്നും അങ്ങ് അവരുടെ ഹൃദയങ്ങളെ തിരിച്ചു വിളിക്കുന്നുവെന്നും അവർ അറിയുന്നതിൽ എന്റെ പ്രാർത്ഥന കേൾക്കണമേ. ഉടനെ കർത്താവിൽ നിന്ന് അഗ്നി ഇറങ്ങി ബലിവസ്തുവും വിറകും കല്ലും മണ്ണും ദഹിപ്പിക്കുകയും ചാലിലെ വെള്ളം വറ്റുകയും ചെയ്തു. ഇത് കണ്ട് ജനം സാഷ്ടാംഗം എന്നെ വിളിച്ചു പറഞ്ഞു, കർത്താവ് തന്നെ ദൈവം, കർത്താവ് തന്നെ ദൈവം, കർത്താവ് മാത്രമാണ് ദൈവം. വില്ലടിച്ചൊരു കഥ പറയാം, ഒത്തുചേർന്നൊരു കഥ പറയാം. വില്ലടിച്ചൊരു കഥ പറയാം, ഒത്തുചേർന്നൊരു കഥ പറയാം. കരമടിച്ചൊരു കഥ പറയാം, വിശ്വാസത്തിൻ കഥ പറയാം. കരമടിച്ചൊരു കഥ പറയാം, വിശ്വാസത്തിൻ കഥ പറയാം. അനന്തരം ഏലിയ ആഹാബിനോട് പറഞ്ഞു, പോയി ഭക്ഷണപാനീയങ്ങൾ കഴിക്കുക, വലിയ മഴ ഇറങ്ങുന്നു. ആഹാബ് ഭക്ഷണപാനീയങ്ങൾ കഴിക്കാൻ പോയി. ഏലിയ കാർമൽ മലയുടെ മുകളിൽ കയറി. അവൻ മുട്ടുമടക്കി നിലം വരെ കുനിഞ്ഞ് മുഖം മുട്ടുകൾക്കിടയിലാക്കിയിരുന്നു. എന്നിട്ട് അവൻ ഭൃത്യനോട് പറഞ്ഞു, പോയി കടലിലേക്ക് നോക്കുക. അവൻ ചെന്ന് നോക്കിയിട്ട് ഒന്നുമില്ല എന്ന് പറഞ്ഞു. 7 പ്രാവശ്യം അങ്ങനെ തുടർന്നു. 7-ാം പ്രാവശ്യം അവൻ പറഞ്ഞു, ഇതാ കടലിൽ നിന്ന് മനുഷ്യകരത്തോളമുള്ള ഒരു കരം പൊന്തി വരുന്നു. നൊടിയിടയിൽ ആകാശം മേഘാവൃതമായി കറുത്തിരുണ്ടു. കാറ്റ് വീശി, വലിയ മഴ പെയ്തു, വലിയ മഴ. അങ്ങനെ 3 വർഷവും 3 മാസത്തിനു ശേഷം മഴ പെയ്തു അല്ലേ? ഏലിയ പ്രവാചകനല്ലേ ആഹാബിനോട് പറഞ്ഞത്, ഞാൻ പറഞ്ഞല്ലാതെ മഞ്ഞോ മഴയോ പെയ്യുകയില്ലെന്ന്? അതുപോലെ തന്നെ സംഭവിച്ചു. ഏലിയ പ്രവാചകൻ പറഞ്ഞതിന് ശേഷമല്ലേ മഴ പെയ്തത്? നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ഒരു പച്ചയായ മനുഷ്യന്റെ വിശ്വസ്ത തീക്ഷ്ണതയാണ്. തികച്ചും പച്ചയായ മനുഷ്യന്റെ ഒരു വിശ്വസ്ത തീക്ഷ്ണത. നമ്മെ പോലൊരു മനുഷ്യൻ, എന്നാലും കർത്താവിൽ ശക്തൻ.
പ്രിയമുള്ളവരെ, ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകത്തിൽ നാം കണ്ടത് ഏലിയ പ്രവാചകന്റെ വിശ്വാസമാണ്. ഏലിയ പ്രവാചകൻ പ്രതിസന്ധിയിൽ തളരാതെ ദൈവഹിതത്തിന് സ്വയം അർപ്പിച്ചു. തീഷ്ണതയുടെ നിറകുടമായി നിലകൊണ്ടതുപോലെ നാമും നമ്മുടെ പ്രതിസന്ധിയിൽ തളരാതെ ദൈവത്തെ വിശ്വാസം കൊണ്ട് മുറുകെ പിടിക്കാം. വില്ലടിച്ചൊരു കഥ പറഞ്ഞു, ഒത്തുചേർന്നൊരു കഥ പറഞ്ഞു. വില്ലടിച്ചൊരു കഥ പറഞ്ഞു, ഒത്തുചേർന്നൊരു കഥ പറഞ്ഞു. കരമടിച്ചൊരു കഥ പറഞ്ഞു, വിശ്വാസത്തിൻ കഥ പറഞ്ഞു. കരമടിച്ചൊരു കഥ പറഞ്ഞു, വിശ്വാസത്തിൻ കഥ പറഞ്ഞു. ഏവർക്കും ക്രിസ്തുരാജയുടെ തിരുനാൾ മംഗളം നേർന്നു കൊള്ളുന്നു. നന്ദി, നമസ്കാരം. വില്ലുപാട്ട് പാടിയ പുനിത